ോട് ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞു. അടുത്തെടുക്കട്ടെ. ജനങ്ങൾ പറയട്ടെ എന്താണ് സംഭവം എന്ന്. ഓരോരുത്തരും അവനവനു മനസ്സിലായ സംഗതികൾ തുറന്നു പറയാൻ, വിമർശനമെങ്കിൽ വിമർശനം, അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം ഒരു യാത്ര പോയി. ചെറിയ മദ്രസ കുട്ടികളെ പഠിപ്പിക്കുവാണ് കേട്ടോ എന്താണ് സ്വർഗം. നബിക്ക് പോകാൻ വേണ്ടി നല്ലൊരു വാഹനം വന്നു. സാധാ വാഹനത്തിലൊന്നും അല്ല പോയത്. ഒരു മൃഗത്തിന്റെ പുറത്താണ് പോയത് നബിതങ്ങൾ. അതിനൊരു പേരുണ്ട് ആ വാഹനത്തിന്. എന്താന്ന് അറിയണ്ടേ? എന്താണ്? ബുറാഖ്. എന്താണ് പേര്? ബുറാഖ്. 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 ശരി. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രം അള്ളാഹു സൃഷ്ടിച്ച കഴുതയും കുതിരയുമല്ലാത്ത ചിറകുള്ള ഒരു ജീവിയായിരുന്നു. പെണ്ണിന്റെ രൂപം, പെണ്ണിന്റെ തല, ഇഷ്ടംപോലെ അടയാഭരണങ്ങൾ, ശരീരം മുഴുവനും, അപ്പിക്കുപ്പായം ധരിച്ചിട്ടില്ല. അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ കാർക്കൂന്തൽ ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. നല്ല സൗന്ദര്യം പ്രകടമായി തന്നെയുള്ള ഒരു സ്ത്രീ രത്നമാണ് ഈ ബുറാഖ് എന്ന് പറയുന്ന ജീവി. അതിന്റെ പുറത്താണ് കേട്ടോ പ്രവാചകൻ വന്നത്. ശരി. പിന്നീട് ആ ജീവിക്ക് ജോലിയുമില്ല. എന്ത് നല്ല വാഹനാന്നറിയോ? വേഗത്തിലാണ് വാഹനം പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയെ യാത്ര കൊണ്ടുപോകല്ലേ, അപ്പൊ നല്ല വാഹനത്തിൽ തന്നെ കൊണ്ടുപോവുകയാണ്. നമ്മള് പോകുന്നത് പോലെ കാറിലോ ബൈക്കിലൊക്കെയാണോ? അല്ല അല്ല അല്ല. മുത്തനബി എന്തിലാ പോയത്? ബുറാഖിന്റെ പുറത്താണ് പോയത് അല്ലേ? ആ യാത്രയില് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരെയും കണ്ടു. പിന്നെയോ ശേഷം ആകാശത്ത് പോയി. 7 ആകാശങ്ങളിലും പോയി. മാഷാ അല്ലാഹ്. പിന്നെ സ്വർഗം അതൊന്ന് പറയണമായിരുന്നു. അന്ന് കുലുക്കിയിട്ട ആയിഷയുടെ കൂടെ കിടക്കേണ്ടുന്ന ദിവസമായിരുന്നു. ഫിസിക്കൽ ബോഡി ആയിഷയുടെ കട്ടിലിലുണ്ട്. ആത്മാവാണ് ഈ സ്വർഗവും നരകവും ഒക്കെ കാണുന്നത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മാത്രമാണ് ഈ 1500-ലധികം മൈലുകൾ താണ്ടുന്നത്. തുമ്മിയാ പോലും ചത്തുപോകുമെന്നും പറഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പേടിക്കുന്ന പ്രവാചകൻ ഒരു പിടിവള്ളി പോലും ഇല്ലാതെ ഈ ജീവി, സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് വന്ന് വാന്നു വിളിച്ചു. ഉടനെ ഊസിന് കിട്ടിയതല്ലേ, ആസിഡ് ആണെങ്കിലും പിന്നീടല്ലേ അതിന്റെ ഭവിഷ്യത്ത്. പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാ നീ പൊറുക്കണേന്ന് പറഞ്ഞാൽ മതി, പടച്ചവനങ്ങ് പൊറുത്തോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ആ ജീവിയുടെ പുറത്ത് കയറി പോകുന്നത് കേട്ടോ. കണ്ടു. സ്വർഗം കണ്ട് ശേഷം മുത്തുനബി നരകവും കണ്ടു. നരകവും കണ്ടു. പിന്നെ അല്ലാഹുവിനെയും കണ്ടു. മാഷാ അല്ലാഹ്. ഒരൊറ്റ തള്ളായിരുന്നു. അല്ലേ ഈ അള്ളാഹുവിനെ കാണാൻ പറ്റുമോ? കാണും. ചിലപ്പോ ചേട്ടാ അതങ്ങനെ അവരൊക്കെ പറയും ചേട്ടാ. സർവ്വവ്യാപിയാണ്, പക്ഷെ കാണാനും പറ്റും. ഒരിടത്ത് ഇരിക്കുന്ന ഒരാളെ കാണണമെങ്കിൽ ഇരിക്കാനും പറ്റും. അള്ളാഹുവിന് മൂലമുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹുവിന് കണ്ണുണ്ട്. ഖുർആൻ പറയുന്ന അള്ളാഹു ഇരിക്കുമെന്നേ സിംഹാസനത്തില്. നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാ അതുപോലെ തന്നെയല്ലേ പടച്ചോൻ ഇരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ബുദ്ധി വെച്ചിട്ട്. ശരി. രൂപം വേണം, പക്ഷെ അതിന് സർവ്വവ്യാപി ആവുകയും ചെയ്യണം. അല്ല ഇതിനകത്ത് കണ്ട ഓടാത്ത ഒരു ക്ലോക്കും വെച്ച് 5-6 ആകാശം ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് എന്നിട്ട് കുട്ടികൾ വലുതാവുമ്പോ ഇതിനെ ന്യായീകരിക്കാനായിട്ട് മെസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ചിറകുള്ള കുതിര വെച്ചിട്ട് 7 ആകാശത്ത് പോയി, സ്പേസിലോട്ടൊക്കെയാണ് പോയെന്നാണ്, ഗൃഹാന്തര യാത്ര നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ റിസൾട്ട് ആണ് ഇതിന്റെ കോമഡി. യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനം കൊടുത്തു. എന്താണ്? അപ്പൊ തന്നെ നമുക്ക് PWD വിളിച്ച ഒരു സമ്മാനം. അതാണ് 5 നേരത്തെ നിസ്കാരം. നമ്മൾ പഠിച്ചിട്ടില്ലേ?
5 നേരത്തെ നിസ്കാരം അള്ളാഹു മുത്തനബിക്ക് നേരിട്ട് കൊടുത്ത സമ്മാനമാണ്. അല്ല, ഈ സമ്മാനമാണോ ഇത് ശിക്ഷയാണോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്റെ മോന്റെ അടുത്ത് പറയാണ്, നീ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ ഏത്ത വിടാൻ 5 നേരം ഏത്ത വിടാൻ അവസരം ഞാൻ ഉണ്ടാക്കിയിരുന്നു. 50 തവണ ഉണ്ടായിരുന്ന സാധനത്തെ ചുരുക്കി 5 തവണ. അത് ശരിയാണ് കേട്ടോ. അല്ല, ഉച്ചയും കുത്തി മറിയാനാ പറഞ്ഞത്. ഒരു എക്സസൈസ് ഇപ്പൊ യോഗയൊക്കെ ചെയ്യാറില്ലേ? എന്തിനേറെ മറ്റേ മെക്സവന്റെ എക്സസൈസ് ഒക്കെ കണ്ടില്ലേ? വ്യായാമ മുറകള് ആണും പെണ്ണും ഇടകലരുന്നത് കൊണ്ട് മാത്രമല്ലേ നമ്മുടെ ഉസ്താദിന് കുഴപ്പമുള്ളൂ. അപ്പോ ചൊറുകത്തിൽ പോയ നബി ചൊറുക്കുള്ള പെണ്ണിന്റെ പുറത്ത് കയറിയാ പോയത്. അവിടെ പോയപ്പോൾ നരകവും സ്വർഗവും ഒക്കെ കണ്ടു. സ്വർഗം കണ്ടിട്ട് നബി എങ്ങനെ തിരിച്ചു വന്നെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായിരുന്നാലും ഈ ഉസ്താദന്മാര് സ്വർഗത്തിൽ നിന്ന് ലീവിന് വന്നവരാ. ഇവർ രണ്ടുപേരും സ്വർഗത്തിലായിരുന്നു. അങ്ങനെ ഹൂറികളോടൊപ്പം ആടിയും പാടിയും നടന്ന് കള്ളിന്റെ പുഴയ്ക്കകത്തേക്ക് ഒരു ഉസ്താദ് മറ്റേ ഉസ്താദിനെ തള്ളിയും കിട്ടു. ഇയാൾക്ക് നീന്തൽ അറിയത്തില്ലായിരുന്നു. മറ്റവൻ ചൂണ്ടയിട്ട് വലിച്ചപ്പോഴേക്ക് ഇയാൾ കൊത്തി വലിച്ച് കയറി. ഇത്രയും വിശ്വസിക്കണം, നമുക്ക് പിന്നെ ഇത്രയും കൂടെ വിശ്വസിക്കാൻ എന്താണ് കുഴപ്പം? അപ്പൊ ഇയാള് കയറി വന്നു. അപ്പൊ ഇനി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളൊക്കെ അയാൾ ഇഷ്ടംപോലെ കുടിച്ചു. ഹലാലാണല്ലോ, ലഹരി ഇല്ലാത്ത കള്ളാണെന്നാ പിന്നെ നാരങ്ങ വെള്ളം കൊടുത്താൽ പോരെ, പഠിച്ചോന് കിക്കാകാനാണല്ലോ ഈ കള്ളു കുടിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കുടിച്ച് ഇങ്ങ് തിരിച്ചു വന്നു. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമല്ലോ, സ്വർഗവും നരകവും കണ്ടിട്ട് വന്നതല്ലേ. അപ്പൊ അവർ രണ്ടുപേരും കൂടി ഓൺലൈനിൽ വന്നിരുന്നു. എൻ്റെ മക്കളെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ലീവിന് വന്നതാണ് മക്കളെ. എന്താണ് മക്കളെ ആ സ്വർഗമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാടപ്പക്ഷി അങ്ങനെ പറന്നു പോകുന്നു മക്കളെ. അപ്പോ എനിക്കതൊന്ന് തിന്നണമെന്ന് തോന്നി. റെഡി ടു ഫ്രൈ ഹിയർ. ശരി, അപ്പൊ തന്നെ അത് ഫ്രൈ ആയിട്ട് വന്നു. അപ്പൊ മറ്റേ ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന് അത്രയും മൂക്കുണ്ടായിരുന്നു, ഉസ്താദിന് ലൈറ്റ് ആയിട്ട് മതിയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടിനും കൂടെ അവിടെ കിടന്ന് തമ്മിലടിയായി. അപ്പൊ പടച്ചോൻ ചോദിച്ചില്ല, എന്തുവാടേ അത്? എന്നാ പിന്നെ ഒരു കാടപ്പക്ഷിയും കൂടെ പടച്ചോൻ അങ്ങ് ഇറക്കി കൊടുത്താൽ പോരായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അടി വെച്ചപ്പോഴേക്ക് പടച്ചോൻ പറഞ്ഞെന്ന ഒരു കാര്യം ചെയ്യടേ, നീയൊക്കെ എവിടെ പോയാലും പ്രശ്നക്കാരാണല്ലോ. അപ്പൊ കുറച്ച് നാള് ഇനിയിപ്പോ നിങ്ങൾ ഭൂമിയിലൊന്ന് പോയിട്ട് പോയി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുറച്ച് കൊച്ചു പിള്ളേരെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ. കാരണം ബാലന്മാരെ ഇവര് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബാലന്മാരെ കൊടുക്കുന്നുണ്ടല്ലോ. 72 കൂറികൾ മാത്രം പോരല്ലോ ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ബാലന്മാർ വേണം. അങ്ങനെ മദ്രസ വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ ജിബ്രീലിനെ വിട്ടിട്ട് അള്ളാഹു ഒരു ദൈവിക ബോധനം നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് നല്ല ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് കൊച്ചു പിള്ളേരെ കൊണ്ടുപോകാന്ന്. ഇത് കണ്ട അഫ്ഗാൻ എന്ത് ചെയ്തു? കുറേ കൊച്ചു പിള്ളേർക്ക് ഇരുമ്പ് നിക്കറങ്ങോട്ട് തയ്പ്പിച്ചിട്ട് ശരീരത്തിൽ മുഴുവനും ബോംബും വെച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി വിട്ടു. നമുക്കിപ്പോൾ ഇന്ത്യൻ ആർമി അത് കണ്ടു. ഇന്ത്യൻ ആർമിക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആർമി കൊണ്ടുവന്നിട്ട് അതൊക്കെ റിമൂവ് ചെയ്ത് കുട്ടികളെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് വിട്ടത്. അതുകൊണ്ടും ജൂതന്മാരോട് ഇവർക്ക് വൈരാഗ്യമുണ്ട്. കാരണം ഇതൊക്കെ റിഡക്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ പഠിച്ചല്ലോ. അതുകൊണ്ട് എന്തിനായിരിക്കും ഇവര് അത് ഡീആക്റ്റീവ് ചെയ്തത് എന്ന ഒരു വിരോധം കിടപ്പുണ്ട്. ജൂതൻ കണ്ടുപിടിച്ച മീഡിയ തന്നെയാണ് എല്ലാം ഉപയോഗിക്കുന്നത്. എന്നാലും പോട്ടെ. പക്ഷേ ഇന്ത്യക്കാരെന്തിനാണ് ആ 20ഓളം കുട്ടികളുടെ നിക്കറൂരിയത്? ഇരുമ്പ് നിക്കറിട്ട് വിട്ടതാ. അപ്പൊ എന്നാ പിന്നെ പഹൽഗാം ആക്രമണമെങ്കിൽ അങ്ങനെ ഇന്ത്യക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് കാശ്മീരികളെ കൂട്ടുപിടിച്ചിട്ട് ഇവരങ്ങ് തീരുമാനിച്ചതായിരിക്കുമെന്ന് എനിക്ക് തോന്നുക. ഇങ്ങനെയുള്ള കുറെ മലരന്മാരായ മലവാണങ്ങൾ ഇത്തരം അലബലാതി തെണ്ടി പിച്ചെടുത്ത് ജയിച്ചിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ പൊട്ടത്തരവും വിഡിത്തവും വിടുവായത്തരവും വിവരക്കേടുകളും കുട്ടികളെ പഠിപ്പിച്ച് വഴിതെറ്റിക്കുന്നതിനെക്കാട്ടി നല്ലത്. നിനക്കൊക്കെ പറമ്പിൽ കിളച്ചൂടടാ. എന്തെല്ലാം പണിയെടുത്ത് ജീവിക്കാമടാ ഉസ്താദുമാരെ ഈ ലോകത്ത്. ഇന്ന് എന്ത് പണിയെടുത്താലടാ ജീവിക്കാൻ പ്രയാസം? പണി ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള ഒരു മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പണി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്നുള്ള നിന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. അധ്വാനിച്ച് തിന്നുന്ന ആളുകൾക്ക് അന്തസ്സായിട്ട് അധ്വാനിച്ച് തിന്നാം. ഞാനും മദ്രസയിൽ പണി ചെയ്തിട്ടുള്ള ആളാണ്. മദ്രസയിൽ അധ്യാപികയായിട്ട് 16-ലധികം വർഷം ഞാൻ അധ്യാപന വൃത്തി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോഴും കുട്ടികളെ ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് നന്നായിട്ട് പഠിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ വിഡിത്തങ്ങളും വിവരക്കേടുകളും ഒക്കെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ പിള്ളേരോടത് പറയും, മക്കളെ ഇതൊക്കെ വിവരക്കേടാ, ഇതൊന്നും പഠിക്കേണ്ടാട്ടാ. ജിബ്രീൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. കൊച്ചു പിള്ളേർ 6 വയസ്സ് 7 വയസ്സുള്ള പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഹമ്മദ് അണ്ണനെ അങ്ങോട്ട് പിടിച്ച് മതിലിനോട് ചേർത്തി അങ്ങോട്ട് നിർത്തി. എന്നിട്ട് നല്ല നഖമായിരിക്കും, നെയിൽ കട്ടറൊന്നും ഇല്ലല്ലോ ആകാശത്ത്, അതുകൊണ്ടായിരിക്കും, മാന്തി അങ്ങോട്ട് പൊളിച്ചു.
ജിബിരിയുടെ നഖമായതുകൊണ്ട് ഇൻഫെക്ഷനും ഉണ്ടാകത്തില്ല. എന്നിട്ട് അതിനകത്ത് നോക്കിയപ്പോൾ പൈശാചിക അംശം ഒരു നീല കളറിലിരിക്കുന്നു. അതും ലിവർ വല്ലതും ആണോ എന്നറിയില്ല കേട്ടോ. എന്തോ ആവട്ടെ, അതിങ്ങനെ പറിച്ചെടുത്തിട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് പിന്നെയും ടപ്പേന്നൊരു കൂട്ടിപ്പടി. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, അവിടെ രണ്ടും അങ്ങ് കൂട്ടിമുട്ടി. ആദ്യത്തെ സർജറി, ആദ്യത്തെ ഓപ്പറേഷൻ. അങ്ങനെ പൈശാചിക അംശം എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ നബിക്ക് വല്ലാത്തൊരു ഉന്മേഷം. പിന്നീടാണ് 40 പുരുഷന്റെ കുതിരശക്തിയുള്ള കുഫൈത്തൊക്കെ നബിക്ക് കിട്ടുന്നത്. പിന്നീടാണ്. ഇതും ഇസ്ലാമാണ്.